ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ അനന്തപുരി ഒരു ആഘോഷത്തിൻ്റെ നിറവിൽ ഇങ്ങനെ നിറഞ്ഞു തുളുമ്പി ഇങ്ങനെ നിൽക്കുക. ഈ സമയത്ത് എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ആദർശും നയനയും ആ ഒരു മത്സരത്തിൽ വിജയിച്ചത്. വിജയിക്കുക മാത്രമല്ല, അതിനുശേഷം അവരുടെ ഒരു കുഞ്ഞ് റൊമാൻസ് കണ്ടപ്പോഴേക്കും ശത്രുക്കൾക്കൊക്കെ കലി കയറാൻ തുടങ്ങി. ബാക്കിയുള്ളവർക്ക്, അതായത് ഇവരോട് ഇഷ്ടമുള്ളവർക്കൊക്കെ വളരെ ഹാപ്പി ആവുകയും ചെയ്തു. അങ്ങനെ എല്ലാവരും സന്തോഷിച്ചിരിക്കുമ്പോൾ നന്ദു മാത്രം സങ്കടത്തിലിരിക്കുക. കാരണം നന്ദുവിന് അനിയെ കിട്ടില്ലെന്നുള്ള കാര്യം നന്ദുവിന് മനസ്സിലായി. മാത്രമല്ല, നന്ദു എവിടെയുണ്ടോ അവിടെയെല്ലാം തൻ്റെ അധികാരം സ്ഥാപിക്കാനായിട്ട്, അവകാശം സ്ഥാപിക്കാനായിട്ട് അനാമിക ഇടിച്ചു കയറി അങ്ങോട്ടേക്ക് ചെല്ലുകയും ചെയ്യുന്നു. അവിടെ നന്ദു ആരും അല്ലാതായി പോകുന്നു. അവിടെ നമ്മുടെ അനിയും പ്രതികരിക്കാതെ ഇങ്ങനെ നിൽക്കുവാണ്. എന്തായാലും അനിക്കും അറിയാം, അനിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ നന്ദുവിനോടുള്ള ഇഷ്ടമുണ്ടെന്ന്. പക്ഷെ അത് പറയാനുള്ളൊരു ധൈര്യം അത് നമ്മുടെ അനിയും കാണിക്കുന്നില്ല. മൊത്തത്തിൽ അങ്ങനെ കാര്യങ്ങൾ മൊത്തത്തിൽ പ്രശ്നമായിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് അമ്മ, അതായത് കനകം, നയനയെ വിളിച്ചു നിർത്തി നയനയോട് ചേച്ചിയെ നോക്കിക്കൊള്ളണമെന്നും ചേച്ചിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമെന്നും പറയുന്നു. ചേച്ചിയോടാണെന്നുണ്ടെങ്കിൽ അനുജത്തിക്ക് മിണ്ടാൻ പോലും ഒരു അവസരം ഉണ്ടാക്കാറില്ല. പ്രത്യേകിച്ച് ചേച്ചിയായിട്ട് അതിന് വരാറുമില്ല. അതുകൊണ്ട് നയനയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എന്ത് ചെയ്യണമെന്നും അറിയില്ല. നയന എന്നിട്ട് അമ്മ ഇതൊക്കെ പറയുന്നത് കേട്ടപ്പോൾ സങ്കടത്തോടെ ഇങ്ങനെ നിൽക്കും. അമ്മ വിഷമിക്കേണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞ് നയന ഇങ്ങനെ സമാധാനിപ്പിക്കുന്നു കനകത്തെ. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ നന്ദുക്കുട്ടൻ ഇങ്ങനെ ഒറ്റയ്ക്കൊരു മൂലയ്ക്ക് പോയിരിക്കുന്നത് കണ്ടപ്പോഴേക്കും കനകം അങ്ങോട്ടേക്ക് വന്നു. എന്താ നന്ദു, നീ ഇവിടെ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് എന്നോട് ഈ മാല കെട്ടാൻ പറഞ്ഞു, ഞാൻ ഈ മാല കെട്ടുവാണെന്ന് പറയുമ്പോൾ, നിന്നോട് ആര് മാല കെട്ടാൻ പറഞ്ഞു? ആരും നിന്നോട് ഈ മാല കെട്ടാൻ പറഞ്ഞിട്ടില്ലെന്നൊക്കെ അമ്മയ്ക്ക് അറിയാം. എന്തായാലും ഈ മാല കെട്ടാൻ നീ തനിച്ച് ഇവിടെ വന്നിരുന്നതാണെന്ന് സമ്മതിക്കാൻ എന്താ എത്ര മടി എന്ന് ചോദിച്ചപ്പം, അമ്മ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്നോട് പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞു. നിന്റെ മനസ്സിൽ ആകെ ഒരു നിരാശയുണ്ടെന്നും സങ്കടമുണ്ടെന്നും ഒക്കെ അമ്മയ്ക്ക് അറിയാം. അതിൻ്റെ കാരണവും അമ്മയ്ക്ക് അറിയാമെന്ന് പറഞ്ഞപ്പോൾ, അമ്മ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നവും, എനിക്കെന്തിനാ നിരാശ? എനിക്കൊരു നിരാശയില്ല. കുഴപ്പം മുഴുവൻ എൻ്റെ തലയ്ക്കാണ്. അത് തന്നെയാണ് പറഞ്ഞേ, നിന്റെ തലയ്ക്ക് കുഴപ്പമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ കാരണമൊക്കെ എനിക്ക് ഏകദേശമൊക്കെ മനസ്സിലായി വരുന്നുണ്ട്. നന്ദൂട്ടാ, നീ നോക്ക്, ദേ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച് മനസ്സ് വെറുതെ വിഷമിപ്പിക്കേണ്ട യാതൊരു ആവശ്യമില്ല. എന്താണ്, എങ്ങനെയാണ് കാര്യങ്ങൾ, എന്ത് അവസ്ഥയിലാണെന്നുള്ളത് നിനക്കറിയാലോ. നിൻ്റെ 2 ചേച്ചിമാർ ഇവിടെ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നും നിനക്കറിയാമല്ലോ. അതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് എൻ്റെ നന്ദൂട്ടൻ ഇങ്ങനെയൊന്നും ആവരുത് എന്നൊക്കെ പറഞ്ഞ് അമ്മ ഇങ്ങനെ നന്ദുവിനെ ഉപദേശിക്കുന്നു. അപ്പോൾ അമ്മ എന്തൊക്കെയാണ് പറയുന്നത്? എൻ്റെ ചേച്ചിമാർക്ക് ദോഷം വരുന്ന എന്തെങ്കിലും, പ്രത്യേകിച്ച് എൻ്റെ നയനേച്ചിക്ക് ദോഷം വരുന്ന എന്തെങ്കിലും ഞാൻ ചെയ്യും അമ്മേ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നുള്ള കാര്യം പറയുവാണ് നേരം നന്ദു. അങ്ങനെ അമ്മയും മോളും കൂടെ സംസാരിക്കുന്നു. എൻ്റെ മോൾ അങ്ങനെ ചെയ്യില്ലെന്ന് അമ്മയ്ക്ക് അറിയാം. എൻ്റെ മോള് വാ, നമുക്ക് അവിടെ എല്ലാവർക്കും ഒപ്പം പോയിരിക്കാം, മാറിയിരിക്കുന്നത് ശരിയല്ലെന്നും പറഞ്ഞ് കനകം നന്ദുവിനെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോകുക. നന്ദു എന്നിട്ട് അവിടെ ചെന്ന് എല്ലാവരുടെയും ഒപ്പം ഇങ്ങനെ ഇവരെയൊക്കെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരുന്നു. അപ്പോഴും നോക്കുന്നത് അനിയെ തന്നെയാണ്. അനിയുടെ മുഖത്തും വലിയ സന്തോഷമോ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ അനാമിക ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ അതിൽ നടക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ അവിടെ ഇങ്ങനെ നടക്കുന്നു. ഇതേ സമയത്ത് ഈ നവ്യാണെങ്കിൽ പരിസരം പോലും മറന്ന് ഒരു വക സ്വഭാവമായിട്ട് അതിൽ ഇങ്ങനെ തുള്ളിക്കളിച്ച് ഇങ്ങനെ നടക്കുക. അപ്പോഴേക്കും നയനെ അങ്ങോട്ടേക്ക് ചെന്നു. ചേച്ചി ഇത് എന്തു ഭാവിച്ച? ചേച്ചി ഇത് എന്താ ഈ കാണിക്കുന്നേ എന്നും ചോദിച്ച്. എന്ത് കാണിക്കുന്നു? ഞാൻ എന്താടി ചെയ്തത്? നിനക്ക് ഏത് നേരം എനിക്ക് കുറ്റം മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചു. ചേച്ചി അല്ലെങ്കിൽ തന്നെ ഇവിടെ എല്ലാവരും ചേച്ചിയുടെ കാര്യത്തിൽ ഭയങ്കര പ്രതീക്ഷയില്ല. ആ പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ ചേച്ചി ചെയ്യുന്നത് കള്ളത്തരമാണെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിൽ ചേച്ചി ഓരോന്ന് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാകും? ചേച്ചി ഈ കാണിക്കുന്നതൊക്കെ ഓവറാണെന്ന് പറഞ്ഞു. ഞാൻ കാണിക്കുന്നത് മാത്രം ഓവർ, നീയൊന്നും ഒട്ടും ഓവറല്ലല്ലേ? എടീ, നിൻ്റെ മനസ്സിലെ കുശുമ്പൊക്കെ എനിക്ക് അറിയാം. ഞാൻ എന്തിനാ നിങ്ങൾക്ക് വേണ്ടി കുശുമ്പ് കാണിക്കുന്നത് ചേച്ചി? ഇന്ന് ഞാനില്ലായിരുന്നെങ്കിലേ നിങ്ങളിന്നിങ്ങനെ ഇവിടെ നിൽക്കില്ലായിരുന്നു. ആ ചിന്ത നിങ്ങൾക്ക് വേണം എന്നും പറഞ്ഞ് നയനെ ഇങ്ങനെ പറയാം. എത്രയൊക്കെ പറഞ്ഞാലും ചേച്ചി നന്നാവില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ നിലനിൽപ്പിനേക്കാളും ചേച്ചിക്ക് ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകൾ മാറ്റിമറിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ചേച്ചിക്കൊരാപത്തും വരാതിരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അല്ലാതെ ചേച്ചി കരുതുന്നത് പോലെ ചേച്ചി ഒറ്റ കൊടുക്കാനോ അല്ലെങ്കിൽ ചേച്ചിക്ക് ദോഷം വരുന്നത് കാണാനോ വേണ്ടിയിട്ടല്ല. അങ്ങനെ ചേച്ചി ഒറ്റ കൊടുക്കാനായിരുന്നെങ്കിൽ 7 പണ്ടേ എനിക്ക് ചെയ്യാമായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനെ ഇങ്ങനെ പറഞ്ഞപ്പോൾ, നീ എൻ്റെ മുന്നിൽ കൂടുതൽ അഭിനയിക്കുകയൊന്നും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടായി നവ്യ. എൻ്റെ കാര്യം നോക്കാനേ എനിക്കറിയാം. ഇത്രയൊക്കെ ഈ കാര്യങ്ങൾ ഇവിടം വരെ കൊണ്ടുവന്ന് എത്തിക്കാമെങ്കിൽ ഇതാരും പിടിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാനും എനിക്കറിയാം. അതിന് നിൻ്റെ സഹായമൊന്നും എനിക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞ് അഹങ്കാരത്തോടു കൂടിയിട്ടുള്ള വർത്താനം അല്ലാതെ പറയില്ല നവ്യ. അങ്ങനെ അതും പറഞ്ഞ്
ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുന്നു. ചേച്ചിയുടെ ഇഷ്ടം പോലെ ചെയ്യാൻ പറഞ്ഞ് നയനി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവുകയും ചെയ്തു. നയനി എന്നിട്ട് നേരെ പോകുന്നത് മുറിയിലേക്കാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആദർശ് ഇങ്ങനെ എന്തൊക്കെയോ സ്വപ്നം കണ്ട് അങ്ങനെ ഇരിക്കാം. അപ്പം നയനി എന്നിട്ട് ചോദിച്ചു, എന്താ ആദർശേട്ടാ അങ്ങോട്ട് വരാത്ത ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പം ഞാൻ സംഭവിച്ച ഓരോ കാര്യങ്ങളെപ്പറ്റി ആലോചിക്കായിരുന്നു എന്ന് പറഞ്ഞു. സംഭവിച്ച കാര്യങ്ങളോ? എന്ത് സംഭവിച്ച കാര്യങ്ങൾ? അതിന് പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ലല്ലോ. അല്ല, നമുക്കിടയിലുള്ള ഈ ഓരോ കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ഇത് നിൻ്റെ ഉള്ളിലുണ്ട് എന്നിങ്ങനെ ആദർശ് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ അമ്മ അന്നേരം തന്നെ പ്രതികരിക്കില്ലായിരുന്നോ? അമ്മ ഒന്നും പറഞ്ഞൊന്നുമില്ലല്ലോ. അമ്മയ്ക്ക് ഇഷ്ടക്കുറവുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല എന്ന് നയനെ അന്നേരം പറഞ്ഞു. പറയാൻ പറ്റില്ല അമ്മയുടെ ഉള്ളിൽ എന്താണെന്നുള്ളത്. ഇനി ഉള്ളിലൊന്ന് വെച്ച് പുറമേ അമ്മ മറ്റൊന്ന് പെരുമാറുന്നതാണോ എന്നും ഒരു സംശയം ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇല്ല ആദർശേട്ടാ, അതൊക്കെ ആദർശേട്ടന് വെറുതെ തോന്നുന്നതാ. അങ്ങനെ ഒരിക്കലും ഇല്ല. അങ്ങനെ അമ്മയുടെ മനസ്സിലൊരു ദേഷ്യം ഉണ്ടായിരുന്നെങ്കിൽ അമ്മ തീർച്ചയായിട്ടും അത് മുഖത്ത് കാണിച്ചേനെ. അതുമാത്രമല്ല, അമ്മയ്ക്കിപ്പോൾ പഴയ പോലെ ആ ഒരു വൈരാഗ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ നമ്മൾ രണ്ടുപേരും രണ്ട് ദിശയിൽ സഞ്ചരിക്കുന്നവരാ. ഇന്ന് ഈ നിമിഷം വരെ നമ്മൾ രണ്ടുപേരും ഒരേ രീതിയിൽ വന്നിട്ടില്ല. എന്നിട്ടും നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്നില്ലേ? അതുമാത്രമല്ല, 2 പ്രാവശ്യം താലി കെട്ടി 2 പ്രാവശ്യം നമ്മളുടെ ജീവിതത്തിൽ ആ ചടങ്ങുകൾ നടന്നില്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ രണ്ടുപേരും ഒന്നിക്കേണ്ടവരാണെന്നും ഒരുമിച്ച് ജീവിക്കേണ്ടവരാണെന്നും അത്രമേൽ ഈശ്വരന്മാർ പോലും ആഗ്രഹിച്ചിട്ടുണ്ട് എന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈശ്വരന്മാരായിട്ട് നമ്മളെ കൂട്ടി യോജിപ്പിച്ചതാണെന്നല്ലേ അർത്ഥം. അതുകൊണ്ട് തന്നെ അമ്മയുടെ ഈ ഒരു ദേഷ്യവും ഇതൊക്കെ ആ ഈശ്വരന്മാർ തന്നെ മാറ്റിയെടുത്തതാവും. അങ്ങനെ വിശ്വസിക്കാൻ നമുക്ക്. ആദർശമായിട്ട് ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ടെൻഷൻ അടിച്ച് ഇന്നത്തെ ദിവസത്തിൻ്റെ ഭംഗിയും ആ ഇതും കളയരുതെന്ന് പറയും. പിന്നെ ഇന്നത്തെ ദിവസം നമ്മൾ ഭഗവാനോട് എന്തു പ്രാർത്ഥിച്ചാലും നമുക്കത് കിട്ടും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് മനസ്സറിഞ്ഞ് അമ്മയുടെ മനസ്സ് മാറാനായിട്ട് പ്രാർത്ഥിച്ചോളാനൊക്കെ നയനെ ഇങ്ങനെ ആദർശിന് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഇവർ തമ്മിൽ റൂമിലിരുന്നതൊക്കെ സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത കാര്യങ്ങളൊക്കെ ആയി. അവിടെ ഡാൻസും മറ്റു ചടങ്ങുകളും കാര്യങ്ങളും. അപ്പോൾ ഇതെല്ലാം പൂർത്തീകരിച്ച് എല്ലാം നല്ല ഭംഗിയായി നടന്നതുകൊണ്ട് എല്ലാവർക്കും മനസ്സിന് ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാം നല്ല സൂപ്പറായിട്ട് നടക്കണമല്ലോ. അതിനു വേണ്ടിയിട്ട് ഇത്രയും നേരം അവരെല്ലാവരും കഷ്ടപ്പെട്ടത്. ആ സമയത്ത് ഹനിയെ തന്നെ നോക്കിക്കൊണ്ട് നമ്മുടെ നന്ദു ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഈ അനാമികയാണെങ്കിൽ ഇടിച്ചു കയറി വന്ന് ഹനിയോട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം കണ്ട് നമ്മുടെ നന്ദു നിസ്സഹായതയോടുകൂടി ഇങ്ങനെ നോക്കിയിരിക്കുക. കാരണം തനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളൊരു നിസ്സഹായതയുണ്ടല്ലോ. ആ നിസ്സഹായതയിൽ ഇവരെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നന്ദു കാണാൻ വേണ്ടിയിട്ട് അനാമികയാണെങ്കിൽ അനാമികയ്ക്ക് പറ്റുന്നതും പറ്റാത്തതുമായ പ്രകടനങ്ങൾ മുഴുവൻ, ഒരുമാതിരി വളിപ്പ് പ്രകടനങ്ങൾ മുഴുവൻ അവിടെ കാഴ്ചവെക്കുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ അറിയാം ഈ ഒരു വക വെളിവില്ലാത്ത രീതിയിൽ കാണിക്കുകയാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു ഇതൊക്കെ അങ്ങനെ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞപ്പം ഈ ഒരു പൗർണമി പൂജയുടെ അവസാന ഘട്ടത്തിൽ എല്ലാവരും ഇത്രയും നേരം ഒരുമിച്ചിരുന്ന ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പം ഇനി ഇതിൻ്റെ അവസാന ഘട്ടത്തിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സ്നേഹത്തോടെ അല്ലെങ്കിൽ സന്തോഷത്തോടെ പിരിയേണ്ട സമയമായി. അപ്പോൾ ഇന്നത്തെ ദിവസം ഒന്ന് ഉഷാറാക്കാൻ വേണ്ടി എല്ലാവരും കൂടെ ചേർന്ന് ആ ഒരു ദിവസത്തെ മനോഹരമാക്കാൻ വേണ്ടി ഒരു ഡാൻസ് ഒക്കെ ഇങ്ങനെ കളിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് ആ സ്റ്റേജിലേക്ക് കയറി ഒരു പാട്ടും അങ്ങോട്ടേക്ക് ഇട്ടു. അവിടെ ഭയങ്കര ഡാൻസും കാര്യങ്ങളും. അപ്പം നയനയും ആദർശും അഭിയും നവ്യയും അവരെല്ലാവരും ഉണ്ട്. അങ്ങനെ ഓരോരുത്തരെ കൊണ്ട് ഇങ്ങനെ ഡാൻസ് കളിപ്പിക്കാം. അപ്പോൾ ഓരോരുത്തരെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കുമ്പോൾ കപ്പിളായിട്ടും ഒറ്റയ്ക്കൊക്കെ ഇങ്ങനെ കളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ചെറിയ മത്സരമായിട്ട് തന്നെ ഇവർ കൂട്ടുന്നു. അങ്ങനെ ഇവർ ആ ഒരു ഡാൻസ് അവിടെ കളിപ്പിക്കുന്നു. അതിൽ അഭിയും നവ്യയും ജോഡികളായിട്ട് കളിച്ചു, നയനയും ആദർശും ജോഡികളായിട്ട് കളിച്ചു, ജലജ ഒറ്റയ്ക്ക് കളിച്ചു, അതുപോലെ തന്നെ നമ്മുടെ ദേവയും ഭർത്താവും കളിച്ചു. അങ്ങനെ ഇവരെല്ലാവരും കളിക്കുക. ഇതെല്ലാം കണ്ടുകൊണ്ട് നന്ദുവും അതുപോലെ കനകവും ഗോവിന്ദനും എല്ലാം മുത്തശ്ശനും മുത്തശ്ശി എല്ലാവരും അവിടെ ഇരിപ്പുണ്ട്. പിന്നെ അനിയും അനാമികയും ഇതൊക്കെ കളിച്ചു. അങ്ങനെ ഇതെല്ലാം കളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവിടെയും ആദർശനും നയനയ്ക്കും പ്രൈസും കിട്ടി. അത് പിന്നെ എന്തെങ്കിലും ആവട്ടെ, അത് അവർക്കേ കിട്ടുള്ളൂ എന്നുള്ള ഒരു ഇതിൽ മറ്റുള്ളവരിയ്ക്കുക. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും കൂടെ ചേർന്നൊരു ഡാൻസ് അങ്ങ് അടിച്ചു പൊളിച്ച് ഒരുമിച്ച് തുള്ളിക്കളിച്ച് ഡാൻസും കളിച്ച് അങ്ങോട്ടും ചാടി ഇങ്ങോട്ടും ചാടി അർമാദിച്ച് ഇങ്ങനെ കളിക്കുന്നു. അങ്ങനെ അർമാദിച്ച് കളിക്കുന്ന സമയത്ത് നവ്യയുടെ വയറിലിരുന്ന് ആ പാട് ചാടിപ്പോയി. അപ്പോൾ ആ ദിവ്യഗർഭം നിലത്ത് വീണു. പക്ഷെ അത് കണ്ടത് നയനയാണ്. നയനെ അത് കണ്ടപ്പോഴേക്കും നയനയ്ക്ക് മനസ്സിലായി ചേച്ചിയുടെ വയറിൽ നിന്ന് ചാടിപ്പോയ സാധനമാണിതെന്ന്. അങ്ങനെ അനന്തപുരിയിലെ ആ ഒരു ആഘോഷങ്ങൾക്കൊടുവിൽ അനന്തപുരി തറവാട്ടിൽ അത് സംഭവിക്കുന്നു. അത് ആര് കണ്ടുപിടിക്കും? ആരും നയന കണ്ടുപിടിച്ചതുകൊണ്ട് ഒരു പക്ഷേ ഒരു സാധ്യതയുണ്ട് അത് മാറ്റാനായിട്ട്. പക്ഷേ അത്
മറ്റാരെങ്കിലും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റാൻ പോട്ടോ നനക്കാൻ പോലും സമ്മതിക്കില്ല. അങ്ങനെയുള്ളൊരു ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെയാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് കടന്നു പോകുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണാം. നവ്യ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും നവ്യയും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തിൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി അറിയിച്ച് നിർത്തുകയാണ്. താങ്ക്